നമ്മൾ ബാക്കി എല്ലാത്തിനേക്കാളും നമ്മൾ ഫോക്കസ് ചെയ്ത് സഹിച്ചേട്ടൻ്റെ അടിമുടി മാറ്റത്തിൽ തന്നെ മനസ്സിലാവുമല്ലോ. അയാളുടെ സംസാര ശൈലിയിലാണേലും അയാളുടെ രീതികളിലാണേലും അയാളുടെ പെരുമാറ്റങ്ങളിലാണേലും ഒക്കെ അഭിലാഷ് വന്നിട്ടുണ്ട്. സൈജു കുറുപ്പ് എന്ന് പറയുന്ന നടൻ അഭിലാഷിനോട് വേറെ ഒരു മൊമെന്റ് എത്തിയപ്പോഴേക്ക് ആദ്യത്തെ ഒരു 2 ദിവസം ആക്ച്വലി പുള്ളിയുടെ ഒരു മീറ്റർ മാറ്റി കൊണ്ടുവരാനുള്ള ശ്രമം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അപ്പം പുള്ളി ഭയങ്കര ഓപ്പൺ ആയിട്ടുള്ള ഭയങ്കര കൃത്യമായിട്ട് സംസാരിക്കുന്ന മനുഷ്യനാണ്. നമ്മുടെ അടുത്ത് പറയാനുള്ള സ്പേസും ഉണ്ട്. അപ്പം ഒരു 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 സീൻ എടുത്തുകൊണ്ടിരുന്നപ്പം നമ്മൾ ചോദിച്ചിട്ട് അതിൽ ഇങ്ങനെ ഒരു സാധനം ഇങ്ങനെ ഒന്ന് കൊണ്ടുവന്നതെന്നാണ്. മൊത്തം ഞാനൊരു ആവറേജ് ആക്ടറാണ്, നിങ്ങൾ എന്നെ വെച്ച് ഒരുപാട് പരീക്ഷണം നടത്തല്ലേ, എനിക്ക് ലിമിറ്റേഷൻ എന്ന് പുള്ളി പറഞ്ഞിടത്തു നിന്ന് രണ്ടാമത്തെയോ മൂന്നാമത്തെ ദിവസം നടന്ന കാര്യമാണ്. ഒരു എട്ടോ ഒമ്പതാമത്തെ ദിവസം എത്തിയപ്പോഴേക്ക് ഒരു സീൻ ഷൂട്ട് ചെയ്യുമ്പം എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, നമ്മുടെ അസോസിയേറ്റ് സാംസൺ ചെന്ന് ഡയലോഗ് പറഞ്ഞു കൊടുക്കുകയാണ്. ആ ഡയലോഗ് കുറച്ച് സ്പീഡ് കൂടുതലായിരുന്നു. അപ്പം ശശിചേട്ടൻ പക്ഷേ അതിനെ ആ സ്പീഡ് മാറ്റി പറഞ്ഞു, മുത്തേ അഭിലാഷ് ഇങ്ങനെയല്ല സംസാരിക്കുക എന്ന് പറയുന്ന പുള്ളി പിന്നീട് ഭയങ്കരമായിട്ട് പുള്ളിനോട് എന്ത് പറഞ്ഞാലും പുള്ളി അഭിലാഷ് ഇങ്ങനെയായിരിക്കും അല്ലെങ്കിൽ അഭിലാഷ് ഇങ്ങനെയല്ലേ എന്ന് പറയുന്ന പുള്ളി ആ ക്യാരക്ടർ എനിക്ക് തോന്നുന്നു സഹിച്ചേട്ടൻ അറക്കൽ അബു ഉം, അങ്ങനെയുള്ള ഉം. കുറച്ച് കഥാപാത്രങ്ങളിലാണ് പുള്ളി അങ്ങനെ ഇതിനു മുമ്പ് ഇൻവോൾവ് ആയിട്ടുള്ളത്. പുള്ളി ആ ഒരു സാധനം പുള്ളിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്കെല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളൊക്കെ ചില സമയത്ത് ഇപ്പം നമ്മുടെ സ്റ്റാറ്റസുകളിലാണെങ്കിലും ഇപ്പം ഞങ്ങൾ ബർത്ത്ഡേ വീഡിയോ വിഷയത്തിൽ പോലും ഹാപ്പി ബർത്ത്ഡേ സൈജു കുറുപ്പ് എന്നല്ല ഇട്ടത്, ഹാപ്പി ബർത്ത്ഡേ ഡിയർ അഭിലാഷ് എന്നാണ്.